ഇത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ പൊതുജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു കസാല, ഒറ്റ ഒരു കസാല കാണിച്ചു തരികയാണെങ്കിൽ അവർക്ക് സമ്മാനമുണ്ട്. പൊതുജനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടവരുണ്ടല്ലോ, ഗർഭിണികൾ, പ്രായമായ ആളുകൾ, കുട്ടികൾ, ഇവരൊക്കെ ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ളവർക്ക് വരും. ബസ് കയറാൻ വരും, അവിടെ തന്നെ ഇറങ്ങി ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മക്കളെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വണ്ടിക്കാരൻ വരുന്നുണ്ടെങ്കിൽ, കൊണ്ടുപോകാൻ വരുന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷ കിട്ടാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഒരു ബസ് സ്റ്റാൻഡ് ആകുമ്പോൾ ചെയ്യണമല്ലോ. ഈ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ ഇരിക്കാനുള്ള ഒരു കസാല, പിന്നെ ഒരു തിണ്ടുണ്ട്. ഒരു കടൻ്റെ മുന്നിൽ തിണ്ടുണ്ടാക്കി വെച്ചിരിക്കുക. പൊതുജനങ്ങൾക്ക് ഈ ബസ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ എടവണ്ണ ബസ് സ്റ്റാൻഡ് മാത്രമല്ലല്ലോ, മഞ്ചേരി ബസ് സ്റ്റാൻഡ് ഉണ്ട്, വണ്ടൂർ ബസ് സ്റ്റാൻഡ് ഉണ്ട്, നിലമ്പൂർ ബസ് സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് ഉണ്ട്, അരീക്കോട് ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇതൊക്കെ ഈ എടവണ്ണയിൽ നിന്നും പോണ ബസ്സുകൾ എത്തുന്ന സ്റ്റാൻഡുകളാണ്. അപ്പോൾ സമയമുണ്ടെങ്കിൽ എടവണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കന്മാർ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ പറഞ്ഞ വണ്ടൂർ, മഞ്ചേരി, അതുപോലെ ഈ നിലമ്പൂർ, അരീക്കോടൊക്കെ ഒന്ന് പോയൊക്കെ ബസ് സ്റ്റാൻഡ് എങ്ങനെ ഉണ്ട്. ചിലപ്പോഴേ നേതാക്കന്മാർക്കും അതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനും വികസന കമ്മിറ്റിക്കൊന്നും സമയം കിട്ടൂല. കാരണം ഭയങ്കര വികസന കുതിപ്പിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളണം എന്നുണ്ടാവില്ല. അപ്പോൾ ആരോടൊക്കെ ചോദിച്ചു പഠിച്ചാലും മതി. ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ അത് എണ്ണടിച്ചാല പൈസ പൊതുജനങ്ങളെ നികുതി പണം തന്നെ തരാം. അത് നിങ്ങളെ പൈസ ബാക്കി പോകണ്ട. കാരണം അവിടെ പഞ്ചായത്തിൽ വണ്ടി ഉണ്ടാവുമല്ലോ, അത് പോയി നോക്കിയാൽ മതിയല്ലോ. ആ ചിലവും നിങ്ങൾക്ക് ഇല്ലല്ലോ. അപ്പം അങ്ങനെങ്കിലും അത്രയും പൊതുജനങ്ങൾ ചെയ്തുതരാം. അങ്ങനെങ്കിലും പോയി നോക്കിയിട്ട് എനിക്കൊരു ഷെഡ് ഉണ്ടാക്കി, ഒരു 4 കസാല ഉണ്ടാക്കിയിട്ട് അതിൽ പൊതുജനങ്ങൾക്ക് സൗകര്യം ചെയ്യുക എന്നുള്ളൊരു ബാധ്യത മുനിസിപ്പാലിറ്റിക്ക് ഇല്ലേ? അത് ഉളുപ്പില്ലാതെ അങ്ങനെ ഭരിച്ചെന്നെ, എന്നിട്ട് ഇങ്ങനെ ശമ്പളം വാങ്ങുക, പൊതുജനങ്ങളുടെ അങ്ങനെ തിന്ന് നടക്കുക. കുറച്ചൊക്കെ ഉളുപ്പ് വേണം ചെയ്യണ ജോലിക്ക്. ഈ ജനങ്ങൾ തന്ന വോട്ടിന്, അധികാരത്തിന് ചെറിയൊരു ഉളുപ്പുണ്ടെങ്കിൽ ആദ്യം പൊതുജനങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം ബാക്കി ഡയലോഗ് പറയും.